നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ക്ലീൻ കൊടകര എന്റെ കൊടകര എന്ന പേരിൽ ജനകീയ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. തൃശൂരിൽ ഇടിമിന്നലേറ്റ് 2 മരണം. കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിൽ പ്രവേശനോത്സവവും മെറിറ്റ് ഡേയും തിങ്കളാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. $10 ലിറ്റർ ചാരായവും 80 ലിറ്റർ വാഷുമായി യുവാവിനെ ചാലക്കുടി എക്സൈസ് പിടികൂടി. വിശദമായ വാർത്തകളിലേക്ക്. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ക്ലീൻ കൊടകര എന്റെ കൊടകര എന്ന പേരിൽ ജനകീയ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് സ്വാഗതം ആശംസിച്ചു. മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ KK സ്മിത, ഡോക്ടർ ആഗ്നസ് ക്ലീറ്റസ്, ഡോക്ടർ ഗോപികൃഷ്ണൻ P എന്നിവർ സംസാരിച്ചു. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥർ, നിർവഹണ ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, അംഗൻവാടി ആശാ പ്രവർത്തകർ, ജനപ്രതിനിധികൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, വ്യാപാരി വ്യവസായികൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ പ്രസ്തുത ക്യാമ്പയിനിൽ പങ്കെടുത്തു. തൃശൂരിൽ ഇടിമിന്നലേറ്റ് 2 മരണം. കുന്നംകുളം വേലൂർ സ്വദേശി 50 വയസ്സുള്ള ഗണേശൻ, വലപ്പാട് കോതകുളം സ്വദേശി 42 വയസ്സുള്ള നിമിഷ എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെ തൃശൂരിൽ പെയ്ത കനത്ത മഴയ്ക്കിടെ ഉണ്ടായ ഇടിമിന്നലേറ്റാണ് 2 അപകടങ്ങളും ഉണ്ടായത്. വീടിന് ഉമ്മറത്തിരുന്ന് സംസാരിക്കുമ്പോഴായിരുന്നു ഗണേശന് ഇടിമിന്നലേറ്റത്. ഉടൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. നിമിഷയ്ക്ക് വീടിന് പുറത്തെ കുളിമുറിയിൽ കുളിക്കുന്നതിനിടയിലാണ് ഇടിമിന്നലേറ്റത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മിന്നലിൽ ബാത്റൂമിന്റെ കോൺക്രീറ്റ് തകർന്നു. ബൾബും ഇലക്ട്രിക് വയറുകളും കത്തിക്കരിഞ്ഞ നിലയിലാണ്. ഗണേശന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും നിമിഷയുടെ മൃതദേഹം വലപ്പാട് സ്വകാര്യ ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 18 സ്ഥിരതാമസക്കാരിയായിരുന്ന വേളക്കാട്ടൂർ സുധീർ ഭാര്യ നിമിഷ ഇന്ന് രാവിലെ ഉണ്ടായ കനത്ത മഴ സമയത്ത് ശക്തമായ ഇടിമിന്നലും ഉണ്ടായിരുന്നു. ഈ ഇടിമിന്നൽ സമയത്ത് നിമിഷ വീടിന് പുറത്തുള്ള ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിൽ പ്രവേശനോത്സവവും മെറിറ്റ് ഡേയും തിങ്കളാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 9:30 നടക്കുന്ന പരിപാടി എഴുത്തുകാരനും അധ്യാപകനുമായ ഡോക്ടർ NR ഗ്രാമപ്രകാശ് ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ മാനേജർ CG രാജൻ അധ്യക്ഷത വഹിക്കും. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, പഞ്ചായത്ത് അംഗം KV ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കും. കൊടകരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ CG രാജൻ, പ്രിൻസിപ്പൽ PS ഉഷ, EN ശശി എന്നിവർ പങ്കെടുത്തു. ഈ 3-ാം തീയതി ആണ് നടത്തുന്നത്. അതിനെ മുഖ്യ അതിഥിയായി ഉദ്ഘാടനത്തിനെത്തുന്നത് പ്രമുഖ സാഹിത്യകാരനും അധ്യാപകനും എഴുത്തുകാരനുമായ ശ്രീ NR ഡോക്ടർ ഗ്രാമപ്രകാശ് അവர்களാണ്. 35 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അവരെല്ലാവരെയും അനുമോദിക്കുന്നു. അതോടൊപ്പം തന്നെ ക്ലാസ് ടോപ്പേഴ്സ്, കഴിഞ്ഞ അക്കാഡമിക് വർഷത്തിലെ എല്ലാ ക്ലാസ്സിലെയും ടോപ്പേഴ്സിനെ അനുമോദിക്കുന്നു. കനത്ത മഴയിൽ ചാലക്കുടി മേഖലയിലെ പലയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. റെയിൽവേ സ്റ്റേഷൻ അടിപ്പാത, മുരുങ്ങൂർ ഡിവൈൻ അടിപ്പാത, ഫിലോകാലിയ ഓഫീസ്, താലൂക്ക് ഹോസ്പിറ്റൽ, ചാലക്കുടി ഹൌസിംഗ് കോളനി, ഗായത്രി ആശ്രമം എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. റെയിൽവേ സ്റ്റേഷൻ അടിപ്പാതയിലെ വെള്ളക്കെട്ട് അതിരൂക്ഷമായതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ പണിയായുധങ്ങളും മറ്റും വെള്ളക്കെട്ടിൽപ്പെട്ടു. റെയിൽവേ സ്റ്റേഷൻ അടിപ്പാതയും മുരുങ്ങൂർ ഡിവൈൻ അടിപ്പാതയും ഒരു മഴ പെയ്താൽ നിരന്തരം വെള്ളം കയറുന്ന സ്ഥലമാണ്. ഇതിനെതിരെ അധികാരികൾ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. $10 ലിറ്റർ ചാരായവും 80 ലിറ്റർ വാഷുമായി യുവാവിനെ ചാലക്കുടി എക്സൈസ് പിടികൂടി. അനധികൃതമായി വീട്ടിൽ വാറ്റുചാരായം വാറ്റിയെടുത്ത് വിൽപ്പന നടത്തിയിരുന്നയാളെ ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ S. സമീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി.
കുറ്റിക്കാട് വേങ്ങൂരാൻ റിജു എന്നയാളെയും 10 ലിറ്റർ ചാരായവും 80 ലിറ്റർ വാഷും വാറ്റുവാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ സഹിതം വീട്ടിൽ നിന്ന് പിടികൂടുകയായിരുന്നു. കുറെ നാളുകളായി ഇയാൾ ചാരായം വാറ്റിയെടുത്ത് സമീപ ജില്ലകളിൽ വിൽപ്പന നടത്തിവരികയായിരുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ വെച്ച് പ്രഷർ കുക്കർ ഉപയോഗിച്ചായിരുന്നു ചാരായം വാറ്റിയെടുത്തിരുന്നത്. എക്സൈസ് സംഘത്തിന്റെ ഏറെ നാളത്തെ പരിശ്രമത്തിനു ശേഷമാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചത്. അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ ജെയ്സൺ ജോസ്, സുരേഷ്, ഷാജി, ബോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വീട്ടിൽ നിന്ന് പ്രതിയെ പിടികൂടിയത്. നടപടികൾക്കു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. പറപ്പൂക്കര പഞ്ചായത്തിലെ പന്തല്ലൂർ പാടത്ത് 1.5 ഏക്കർ പാടത്ത് സോണി ജോസഫ് ഇറക്കിയ ഔഷധ ഗുണമുള്ള രക്തശാലയുടെ കൊയ്ത്തുത്സവം നടത്തി. പറപ്പൂക്കര പഞ്ചായത്ത് കൃഷി ഓഫീസർ അമൃത നിഷാദ് ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് മെമ്പർ കെ രാജൻ, കോൺഗ്രസ് കൊടകര മണ്ഡലം വൈസ് പ്രസിഡന്റ് VR രഞ്ജിത്ത്, സോണി ജോസഫ്, തിലകൻ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ പഞ്ചായത്തിൽ, പറപ്പൂക്കര പഞ്ചായത്തിൽ ഇക്കൊല്ലം നമ്മൾ ചെയ്തിട്ടുള്ള രക്തശാലി എന്ന് പറയുന്ന നെല്ലിൻ്റെ കൊയ്ത്തുത്സവമാണ് നമ്മളിന്ന് നടത്തുന്നത്. ഇതിൽ ഏകദേശം സോണി എന്ന് പറയുന്ന കർഷകനാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ ഏകദേശം ഒരു 1.5 ഏക്കറോളം സ്ഥലത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. സമൂഹത്തിൽ പല രൂപത്തിൽ മറഞ്ഞിരിക്കുന്ന ലഹരിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പും അതിനെതിരെ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തലുമായി വരാക്കര ഗുരുദേവ പബ്ലിക് സ്കൂൾ അധ്യാപകരുടെ തെരുവു നാടകം. അളഗപ്പ് നഗർ, വരന്തരപ്പള്ളി പഞ്ചായത്തുകളിലായി 8 ഇടത്ത് തെരുവു നാടകം അവതരിപ്പിച്ചു. സ്കൂളിന്റെ ലഹരി വിരുദ്ധ പ്രചാരണ യജ്ഞത്തിന്റെ ഭാഗമായി നടത്തിയ പരിപാടി ഇരിങ്ങാലക്കുട സിവിൽ എക്സൈസ് ഓഫീസർ CV രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ രക്ഷാധികാരി KV സുരേഷ്, മാനേജർ MI സുരേഷ്, സെക്രട്ടറി AM സുകുമാരൻ, പ്രിൻസിപ്പൽ PD സ്മിത, വൈസ് പ്രിൻസിപ്പൽ M ദിവ്യ, ഹെഡ്മിസ്റ്റേഴ്സ് OU സുജാത, SWC പ്രസിഡന്റ് ഷൈജു രാജൻ, വൈസ് പ്രസിഡന്റ് CT സുധീർ, അളഗപ്പ് നഗർ ഹെൽത്ത് ഇൻസ്പെക്ടർ അന്ന, പള്ളിക്കുന്ന് അസംഷൻ സ്കൂൾ പ്രധാനാധ്യാപകൻ ജോവൽ V ജോസഫ്, വരന്തരപ്പള്ളി പോലീസ് സബ് ഇൻസ്പെക്ടർ ബിജു എന്നിവർ സംസാരിച്ചു. ഈ കാര്യത്തിൽ പറയാനുള്ളത്, നമ്മൾ എന്തു തന്നെ ആയോട്ടെ, സാമ്പത്തികമുള്ളവരായോട്ടെ സാമ്പത്തികമില്ലാത്തവരാകട്ടെ ആരും ആയാലും നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ നമുക്കറിയാം, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മയക്കുമരുന്ന് ഇന്ത്യയുടെ വിവിധ മെട്രോ നഗരങ്ങളിലൊക്കെ കേട്ടിരുന്ന ഈ മയക്കുമരുന്ന് കച്ചവടം ഇന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6650 രൂപ, പവന് 53,200 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്ലീൻ കൊടകര എന്റെ കൊടകര എന്ന പേരിൽ ജനകീയ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. തൃശൂരിൽ ഇടിമിന്നലേറ്റ് 2 മരണം. കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിൽ പ്രവേശനോത്സവവും മെറിറ്റ് ഡേയും തിങ്കളാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പത്ത് ലിറ്റർ ചാരായവും 80 ലിറ്റർ വാഷുമായി യുവാവിനെ ചാലക്കുടി എക്സൈസ് പിടികൂടി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.